Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ പല ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ബിസിനസ് നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ബിസിനസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ബിസിനസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഡെയിലി പ്രോഡക്ട്സ് നിർമ്മിക്കുകയും അതുപോലെ തന്നെ വിതരണം നടത്തി ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഏത് പ്രൊഡക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ? ഇൻഡസ്ട്രിയൽ എയർ കംപ്രസേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനി മെയിൻലി എയർ കംപ്രസേഴ്സിന്റെ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സപ്ലൈ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി നമ്മൾ ഒരുപാട് ഇൻട്രോ നമ്മൾ പറയുന്നില്ല, കമ്പനിയുടെ പേര് നമ്മൾ റിവീൽ ചെയ്യാം, LG എക്യുപ്മെന്റ്. സോ ഈ ഒരു കമ്പനി ഇപ്പൊ നോക്കുകയാണെങ്കിൽ 2020 പാൻഡമിക് ലോയിൽ നിന്ന് 5 ഇരട്ടി റിട്ടേൺസ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 5 ബാഗ് സ്റ്റോക്കായി മാറിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് യൂസ്ഫുൾ കോണ്ടന്റ്സ് ആണ് നമ്മൾ എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അത് നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ഓളും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈമിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. LG എക്യുപ്മെന്റ് 1960 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ് ഇവര്. അപ്പൊ ഇവർ എയർ കംപ്രസർ മാനുഫാക്ചറർ ഇന്ത്യയിൽ പ്രമുഖരിൽ ഒരാളും കൂടിയാണ്. അപ്പൊ നമ്മുടെ കമ്പനി അവരുടെ സബ്സിഡറി കമ്പനിയായ ATS LG ലിമിറ്റഡ് ത്രൂ പല റേഞ്ചിലുള്ള റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ്, സ്ക്രൂ കംപ്രസേഴ്സ്, സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ്, അതുപോലെ ഓട്ടോമോട്ടീവ് സെഗ്മെന്റിലേക്കുള്ള ഗാരേജ് എക്യുപ്മെന്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എയർ കംപ്രസേഴ്സ് വർക്ക് ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ വായുവിലേക്ക് ഒരു പ്രഷർ കൊടുത്തിട്ട് നമ്മളൊരു എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു എനർജി പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടാങ്കിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ പല ഇൻഡസ്ട്രികളിലും ഇതുകൊണ്ട് പല ഇൻഡസ്ട്രിയൽ യൂസേജ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിൻസിൽ, അതുപോലെ തന്നെ സ്പ്രേ പെയിന്റിംഗിൽ, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗിലൊക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ കമ്പനി പല ഇൻഡസ്ട്രിയൽ നീഡ്സിന് വേണ്ടി പല ഇൻഡസ്ട്രിക്കും എയർ കംപ്രസേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയുടെ വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ 2 സെഗ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ വരുന്നത് എയർ കംപ്രസർ ബിസിനസ് ആണ്. സെക്കൻഡ് വൺ വരുന്നത് ഓട്ടോമോട്ടീവ് എക്യുപ്മെന്റ് ബിസിനസ് ആണ്. LG എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കംപ്രസ്ഡ് എയർ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ്. അപ്പൊ ഇവർക്ക് 400-ലധികം എയർ കംപ്രസർ പ്രൊഡക്റ്റുകളാണുള്ളത്. അപ്പൊ ഒരുപാട് റേഞ്ചിൽ എയർ കംപ്രസേഴ്സ് അതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം പല ഇൻഡസ്ട്രീസ്, അതായത് ഇപ്പം നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചർ തൊട്ട് കൺസ്ട്രക്ഷൻ, മൈനിങ്, മാനുഫാക്ചറിങ്, അങ്ങനെ പലതിലും ഒരു ഹൈ ക്വാളിറ്റി, റിലയബിൾ, അതുപോലെ തന്നെ എനർജി എഫിഷ്യന്റ് കംപ്രസ്ഡ് എയർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലെവലിലാണ് ഇവർ ഓരോ പ്രൊഡക്ട്സ് ഡിസൈൻ അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. ഇവർ ഒരുപാട് റേഞ്ചിലുള്ള ഇൻഡസ്ട്രിയൽ എയർ കംപ്രസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓയിൽ ലൂബ്രിക്കേറ്റഡ് കംപ്രസേഴ്സ്, ഓയിൽ ഫ്രീ ഇലക്ട്രിക് പവർഡ് റോട്ടറി സ്ക്രൂ കംപ്രസേഴ്സ്, ഡീസൽ പവർഡ് പോർട്ടബിൾ സ്ക്രൂ കംപ്രസേഴ്സ്, ഡ്രയേഴ്സ്, എയർ റിസീവർ ടാങ്ക്സ്, അതുപോലെ തന്നെ പല എയർ ആക്സസറീസും. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ കമ്പനി നല്ല ആഫ്റ്റർ സെയിൽ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് സ്പെസിഫിക് നീഡ്സ് കമ്പനി മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്പനി എയർ കംപ്രസേഴ്സിൽ പല ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട്. ലൈക്ക് ഇപ്പൊ മാനുഫാക്ചറിംഗ്, ടെക്സ്റ്റൈൽ, ഫാർമസ്യൂട്ടിക്കൽ, അഗ്രികൾച്ചർ, മൈനിങ്, ഹെൽത്ത് കെയർ, ഓട്ടോമോട്ടീവ്, കൺസ്ട്രക്ഷൻ, അങ്ങനെ പല ഇൻഡസ്ട്രികൾക്കും. അപ്പൊ കമ്പനിക്ക് 3 രാജ്യങ്ങളിൽ മാനുഫാക്ചറിംഗ് പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ 120-ലധികം രാജ്യങ്ങളിൽ പ്രൊഡക്ട്സ് അവർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 350-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂടെ തന്നെ 2000-ലധികം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തായിട്ട് അവർക്ക് ഒരുപാട് പ്ലേയേഴ്സിന് എയർ കംപ്രസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് കംപ്രസർ ബിസിനസ്സിൽ റവന്യൂ ഷെയർ ഇന്ത്യ അതുപോലെ റെസ്റ്റ് ഓഫ് ദി വേൾഡ് നമുക്ക് നോക്കാം. ഇനി ഇവിടുത്തെ സെക്കൻഡ് സെഗ്മെന്റ് വരുന്ന ഓട്ടോമോട്ടീവ് എക്യുപ്മെന്റ് ബിസിനസ് ആണ്. അപ്പൊ പല ഇൻഡസ്ട്രികളിലും എയർ കംപ്രസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കൂടെ കമ്പനി അവരുടെ സബ്സിഡറി കമ്പനിയായ ATS LG ത്രൂ ഓട്ടോമോട്ടീവ് എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് അതുപോലെ ട്രേഡിംഗിൽ ഇൻവോൾവ് ആണ്. അപ്പൊ ഇന്ത്യയിൽ ഓട്ടോമോട്ടീവ് സർവീസ് എക്യുപ്മെന്റ് ലാർജസ്റ്റ് മാനുഫാക്ചർ അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ATS LG. ഇനി 2 സെഗ്മെന്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ റവന്യൂ മിക്സ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് കമ്പനിയുടെ കോർ ബിസിനസ് വരുന്നത് എയർ കംപ്രസേഴ്സ് എന്നാണ്. അതായത് റവന്യൂയിലേക്ക് 92% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ATS LG ത്രൂ ഓട്ടോമോട്ടീവ് ബിസിനസ്സിലേക്ക് ടോട്ടൽ റവന്യൂയിലേക്ക് 8% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി കമ്പനി ഇന്ത്യയിൽ കംപ്രസർ ബിസിനസിന് 5 years റവന്യൂ CAGR വരുന്നത് 18% ആണ്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യൻ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 year റവന്യൂ CAGR വരുന്നത് 9% ആണ്. ഇനി ഓട്ടോമോട്ടീവ് എക്യുപ്മെന്റ് ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 year CAGR 5% ആണ്. ഇനി നമ്മൾ സെഗ്മെന്റ് വൈസ് ROCE ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമോട്ടീവ് സെഗ്മെന്റിലാണ് ഏറ്റവും കുറവ് റവന്യൂ ഷെയർ, അതുപോലെ തന്നെ ഹയസ്റ്റ് ROCE.
അപ്പോൾ കംപ്രസർ ബിസിനസിന്റെ ROC 8% നിന്ന് 16% ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് 5 മില്യൺ സ്ക്വയർ ഫീറ്റിലധികം ഫ്യൂച്ചർ റെഡി മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇൻഡസ്ട്രി സൈസ് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് മാർക്കറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എയർ കംപ്രസർ മാർക്കറ്റിന് വേർത്ത് വരുന്നത് 2021 32.7 ബില്യൺ USD ആണ്. അപ്പൊ ഇത് ഇന്ത്യൻ റുപ്പീസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വരുന്ന അപ്രോക്സിമേറ്റ്ലി 2.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. ഇനി 2026 ആകുമ്പോഴേക്കും മാർക്കറ്റ് 42.9 ബില്യൺ USD ആയിട്ട് വളരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ രൂപയെ പറയുകയാണെങ്കിൽ 3,25,000 കോടി രൂപ. സോ ഇതെന്ന് പറയുന്നത് 5.6% CAGR ആണ്. സോ ഇതാണ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഇൻഫോർമേഷനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ തന്നെ കമ്പനി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് അവരുടെ സ്ട്രെങ്ത് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനിക്ക് ഓൾറെഡി എയർ കംപ്രസർ ബിസിനസ്സിൽ വലിയൊരു കാൽപ്പാട് തന്നെയാണുള്ളത്. അപ്പൊ ഇവരുടെ എസ്റ്റിമേറ്റ് മാർക്കറ്റ് ഷെയർ വരുന്നത് 20%-ലും കൂടുതലാണ്. അപ്പൊ LG എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇന്ത്യയിലെ എയർ കംപ്രസർ മാനുഫാക്ചറിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിൽ ഒരാളാണ്. അപ്പൊ ഇവരുടെ പ്രൊഡക്റ്റ് പ്രൊഫൈൽ വരുന്നതാണ് സ്ക്രൂ കംപ്രസേഴ്സ്. അപ്പൊ ഇവരുടെ ബ്രാൻഡിന്റെ അണ്ടറിലാണ് ഇത് വിൽക്കുന്നത്. അപ്പൊ ഇവർക്കൊരു ചാനൽ തന്നെയുണ്ട്. അപ്പൊ അതിലിപ്പോ ഡീലേഴ്സ് ഉണ്ട്, ഡയറക്ട് സെയിൽസ് ഉണ്ട്, സ്പെയർ പാർട്സ്, അതുപോലെ ആഫ്റ്റർ സെയിൽസ് സെഗ്മെന്റ്സും ഉണ്ട്. സോ ഈ ഒരു ഗ്രൂപ്പിന് ഇന്ത്യയിൽ അതുപോലെ തന്നെ ഓവർസീസിൽ ഡീലർഷിപ്പ് ഉണ്ട്. സോ 3 രാജ്യങ്ങളിലായിട്ട് ഇവർക്ക് മാനുഫാക്ചറിംഗ് പ്രസൻസ് ഉണ്ട്. ഇന്ത്യ, അതുപോലെ തന്നെ US, അതുപോലെ സബ്സിഡറീസ് ഇൻ യൂറോപ്പ്, USA, ബ്രസീൽ, UAE, ഓസ്ട്രേലിയ ആൻഡ് ഇന്തോനേഷ്യ. സോ ഈ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ത്രൂ ആണ് അവർ അവരുടെ ജോഗ്രഫിക്കൽ പ്രസൻസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ മെയിൻ ഇൻഡസ്ട്രികളിലെ വലിയ പ്ലേയേഴ്സിനൊക്കെ ഇവരുടെ സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റവന്യൂ സ്ട്രീം ഒക്കെ ഫ്രാഗ്മെന്റഡ് ആണ്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ റിസ്ക്കും കുറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പൊ എയർ കംപ്രസർ സെഗ്മെന്റിൽ നിന്നാണ് ഇവർക്ക് 92% റവന്യൂ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എയർ കംപ്രസർ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായാൽ അത് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിനെ മോശമായിട്ടായിരിക്കും ബാധിക്കുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം കോമ്പറ്റീഷൻ ആണ്. അതായത് വലിയ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് കൂടുതലും എസ്റ്റാബ്ലിഷ് ഇന്റർനാഷണൽ കമ്പനികളുടെ സബ്സിഡറീസ് ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഗ്ലോബൽ പ്ലേയേഴ്സ് ആയിട്ട് ടെക്നിക്കൽ കൊളാബറേഷൻസ് ഉണ്ടാകും. പക്ഷേ LG ഗ്രൂപ്പിന് അവരുടെ ടെക്നോളജി യൂസ് ചെയ്ത് സ്ക്രൂ കംപ്രസർ സെഗ്മെന്റിൽ ഒരു കംഫർട്ടബിൾ മാർക്കറ്റ് ഷെയർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ ഇവർ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ എൻട്രി ചെയ്യാൻ നോക്കുന്ന ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും ഇവർ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് മേജർ പ്ലേയേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. അപ്പം LG എക്യുപ്മെന്റ്സിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 469.75 റുപ്പീസ്, P വരുന്നത് 63.22, ഇൻഡസ്ട്രി P 42.95, ഡെറ്റ് ടു ഇക്വിറ്റി 0.6, 5 year sales CAGR 13, ROE 17.63, 1 year returns 82.02, 5 year returns 29.73, operating profit margin 13.16, 200 DMA 404.59, RSI 14 51.3. അപ്പോൾ നമ്മളിവിടെ LG എക്യുപ്മെന്റ്സിനെ 3 കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇംഗർസോൾ റാൻ, കിർലോസ്കർ ന്യൂമാറ്റിക്, അതുപോലെ തന്നെ രേവതി എക്യുപ്മെന്റ്സ്. അപ്പം നിങ്ങൾക്ക് കമ്പനീസിന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇനി 5 year സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 276.89% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസസ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ സെൻസസ് അപ്രോക്സിമേറ്റ്ലി 83% കൂടിയപ്പം LG എക്യുപ്മെന്റ് 277% വളർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3 ഇരട്ടി വളർന്നിട്ടുണ്ട്. അപ്പൊ ലോങ് ടേം പെർഫോമൻസ് മാത്രം നോക്കിയാൽ പോരല്ലോ, നമുക്ക് ഷോർട്ട് ടേം പെർഫോമൻസും കൂടി നോക്കണല്ലോ. അപ്പം 6 months നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 50% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 2 വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ LG എക്യുപ്മെന്റ്സ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയുടെ ആൻസിലറി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി അവരുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവരുടെ ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്തേക്കുന്നത്. ഈ ലാസ്റ്റ് 5 quarters നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ക്വാർട്ടർലി റവന്യൂ 650 കോടിയിൽ നിന്ന് 730 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് 51 കോടിയിൽ നിന്ന് 70 കോടി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഇംപ്രൂവ് ആയിട്ടുണ്ട്. സോ ഈ ഒരു പെർഫോമൻസ് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മോഡലിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ LG എക്യുപ്മെന്റ്സിന്റെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ കവർ ചെയ്തൊരു എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ആണ്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈക്സിലൂടെയാണ്. അപ്പം വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്കൊരു പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.